എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 പരമ്പരയിലെ തകർപ്പൻ ജയത്തിന് ശേഷം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ആദ്യ ഏകദിന പോരാട്ടത്തിന് ഇന്നിറങ്ങാൻ പോവുകയാണ്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് തകർപ്പൻ പോരാട്ടം നടക്കാൻ പോകുന്നത്. 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പര 3-0 ലങ്കയെ തകർത്ത തരിപ്പണമാക്കി ജയിച്ച സൂര്യകുമാർ യാദവിൻ്റെ സംഘം ഏകദിന പരമ്പരയിൽ ഇറങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള T20 വേൾഡ് കപ്പിന് ശേഷം അവർ കളിക്കാൻ പോകുന്ന ആദ്യ പോരാട്ടമാണ് ശ്രീലങ്കയ്ക്കെതിരെ നടക്കാൻ പോകുന്നത്. സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ഫസ്റ്റ് ODIയുടെ മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ T20 പരമ്പരയിലെ തകർപ്പൻ ജയത്തിന് ശേഷമാണ് ഇന്ത്യ ലങ്കയ്ക്കെതിരെ ഏകദിന മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത്. T20 വേൾഡ് കപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന ഇന്ത്യയുടെ സീനിയർ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിലേക്ക് തിരികെ എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം ഏകദിന മത്സരങ്ങൾ അദ്ദേഹം കളിക്കാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണി മുതലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇരു ടീമിലും മാറ്റങ്ങളുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം നേരത്തെ തന്നെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ട് നമുക്കറിയാം മലയാളി താരം സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഏകദിന സ്കോഡിൽ കളിക്കില്ല. ശ്രീലങ്കൻ ടീമിലേക്ക് വരുവാണെങ്കിൽ അവരുടെ സ്റ്റാർ ബോളർ മതീഷ പതിരാണ്. അദ്ദേഹത്തിൻ്റെ പരിക്ക് മൂലം അദ്ദേഹവും ഏകദിന മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മാച്ച് പ്രിവ്യൂയിലേക്ക് തുടങ്ങിയ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത്. പൊതുവെ ബാറ്റർമാർക്കും സ്പിന്നർമാർക്കും ഒരുപോലെ യോജിച്ച ഒരു പിച്ചാണ്. ഹൈ സ്കോറിംഗ് ടോട്ടൽസ് പിറന്നിട്ടുള്ള പിച്ചാണെന്ന് പറയുമ്പോഴും ചേസിങ്ങിനാണ് അവൾ കൂടുതലും ടീമുകൾ ടോസ് വിന്നിംഗ് ക്യാപ്റ്റന്മാർ തീരുമാനമെടുക്കാറുള്ളത്. അല്പം ഒരു ചെറിയ ഒരു മഴ സാധ്യതയുണ്ട് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്കയുടെ ആദ്യ ഏകദിന മത്സരത്തിന്. സോ ഇരു ടീമിലെ ഒരു സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ശ്രീലങ്ക നിരയിലേക്ക് വരുവാണെങ്കിൽ ചരിത സലങ്ക, പത്തും നിസംഗ, അവിഷ്ക ഫെർണാണ്ടോ, സദീര സമരവിക്രമ എന്നീ ബാറ്റർമാരും വനുദു ഹസരംഗ, കത്മന്തു മെൻഡിസ്, കുശാൽ മെൻഡിസ്, മഹേഷ് തീക്ഷണ, ദുനിത് വെല്ലലഗെ, അഖില ധനഞ്ജയ, അസിത് ഫെർണാണ്ടോ എന്നിങ്ങനെയായിരിക്കും ശ്രീലങ്കയുടെ പ്രോബബിൾ പ്ലേയിങ് 11 വരാൻ പോകുന്നത്. ഇന്ത്യയുടെ നിലയിലേക്ക് എത്തുവാണ് നേരത്തെ പറഞ്ഞ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള സീനിയർ താരങ്ങൾ എത്തിയിട്ടുണ്ട്. സോ രോഹിത്തിനൊപ്പം ഇത്തവണ ഗില്ലായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. സോ രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, റിയാൻ പരാഗ്, ഋഷഭ് പന്ത്, KL രാഹുൽ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്. T20 പരമ്പരയിലെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന് ഒരുപക്ഷെ ആദ്യത്തെ ഏകദിന മത്സരത്തിൽ വിശ്രമം അനുവദിച്ചേക്കാം. സോ ഇതാണ് ഇന്ത്യയുടെ സാധ്യത 11. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.